പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ഒരു കള്ളത്തരം കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഹലാൽ ഫൈദ, പലിശയില്ലാത്ത സംരംഭം, അതും പൊട്ടിപ്പോയി. പലിശയില്ലാത്ത വെറും സംരംഭമല്ല, ഹലാൽ ഫൈദ പലിശരഹിതമായ ഇസ്ലാമിക ബാങ്കാണ്. പലിശരഹിതമായ ഇസ്ലാമിക ബാങ്ക് തുടങ്ങണം എന്ന ആശയം പ്രചരിപ്പിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, വിദ്യാഭ്യാസമല്ല ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ്. കാരണം ഇസ്ലാമികൾക്ക് പലിശ വാങ്ങിക്കാത്തൊരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതനുസരിച്ച് റിസർവ് ബാങ്കിന് എഴുതുകയും റിസർവ് ബാങ്ക് അതിന് അംഗീകാരം കൊടുക്കാതിരിക്കുകയും ചെയ്തു. റിസർവ് ബാങ്ക് അംഗീകാരം കൊടുക്കാതിരുന്ന സന്ദർഭത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ഹലാൽ ഫൈദ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സമ്പ്രദായം തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലിശരഹിതമായ ബാങ്കിങ് എന്നാണ് പറയുക. കാരണം ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസമനുസരിച്ചിട്ട് പലിശ വാങ്ങിക്കുന്നത് കൊടും ക്രൂരതയാണ് എന്നാണ് പറയുന്നത്. അത് ദൈവത്തിനും വലിയ എതിർപ്പുള്ള കാര്യമാണ്. അല്ലാഹു അതിന് ഒരു കാരണവശാലും സമ്മതം നൽകിയിട്ടില്ല. അങ്ങനെ അല്ലാഹു ഒരു കാരണവശാലും സമ്മതം നൽകാതിരിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇവിടെ അത് വന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരു ഇസ്ലാമിക ജീവിത രീതി, പ്യുവർ ഇസ്ലാം എന്ന് പറയുന്ന ജീവിത രീതിയുടെ ഭാഗമായിട്ട് വന്നതാണത്. സൗദി അറേബ്യയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. വഹാബിസത്തിൻ്റെ ഭാഗമായി വന്നതാണ്. ഇന്ത്യയിൽ കേരളത്തിലെ ഈ വഹാബിസത്തിൻ്റെ വക്താക്കളായി അവതരിച്ചത് ജമാഅത്തെ ഇസ്ലാമികളാണ്. അങ്ങനെയാണ് മാധ്യമം തുടങ്ങുന്നത്, മീഡിയ വൺ തുടങ്ങുന്നതൊക്കെ ഈ പത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമികളാണ് അതിന് വരുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമികളായിട്ടുള്ളവർ എനിക്കറിയാം, നേരിട്ടറിയാം. കാരണം ജമാഅത്തെ ഇസ്ലാമികളായിട്ടുള്ളവരെ എനിക്ക് പരിചയമുണ്ട്, അടുപ്പമുണ്ട്, സുഹൃത്തുക്കളുമുണ്ട്. അതിനകത്ത് അവരിൽ പലിശ വാങ്ങിക്കാത്തവരുണ്ട് കൃത്യമായിട്ട്. ഇത് PF പലിശ ഇടുന്നതിന് പണം ഇടുമ്പോൾ നമുക്ക് പലിശ കിട്ടും സർക്കാർ ജീവനക്കാർക്ക്. അത് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ടുള്ള അവരെനിക്കറിയാമായിരുന്നു. കാരണം അത്ര കടുത്ത വിശ്വാസമായിരുന്നു പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത്. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പണം ബിസിനസ്സിൽ മുടക്കും, കച്ചവടത്തിലും ബാക്കി കാര്യങ്ങളിലും. എന്നിട്ട് കച്ചവടത്തിൻ്റെ ലാഭവിഹിതം അവർ കൈകാര്യം ചെയ്യും. ഇതായിരുന്നു അവരുടെ ഒരു രീതി. അപ്പോൾ ഇതിങ്ങനെ ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം പലിശരഹിതമായ പണം വരികയും ആ പണം സ്വാഭാവികമായിട്ടും സർക്കാരിനെടുത്ത് മറിക്കുകയും ചെയ്യാം എന്നൊരു ഇതിലാണ് തുടങ്ങിയത്. ഗൂഢോദ്ദേശം അതായിരുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് തുടങ്ങി, ഈ ഹലാൽ ഫൈദ എന്ന് പറഞ്ഞിട്ട്. ഹലാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമ്മതമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്യുവറായിട്ടുള്ള കാര്യം, ഏറ്റവും സംശുദ്ധം, പരമം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു വിവക്ഷ. അപ്പോൾ ആ അർത്ഥത്തിലാണിത്. ഇനി ഇതിനപ്പുറത്തേക്കൊരു ബാങ്കിങ് സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെ അതിനകത്ത് കൊണ്ടേ ഈ പ്യുവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരും കൊണ്ടേ കാശിട്ട്, ഇസ്ലാമികരെല്ലാം കൊണ്ടുവന്ന് ക്യാഷ് ഇട്ട്. അപ്പോൾ ഇവർ ക്യാഷ് ഇട്ടതിന് ശേഷം പിന്നെ ഇവരൊന്നും അറിയുന്നില്ല. ക്യാഷോടെ പലിശയില്ല, പലിശ കൊടുക്കണ്ടല്ലോ. പലിശക്കാണെങ്കിലല്ലേ ആളുകൾ കൊല്ലം ഇത് പോയിട്ട് അന്വേഷിച്ചല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പലിശ അന്വേഷിക്കുന്നുമില്ല, ഇവർക്ക് ഒന്നും കിട്ടുന്നുമില്ല, പൈസ എന്ത് ചെയ്തു എന്നും അറിയില്ല. ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണം അങ്ങനെ ഒരു ബാങ്കും ഇല്ല, അതിൻ്റെ ആൾക്കാരും ഇല്ല, ആരും ഇല്ല എന്നറിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ ഇട്ട് നിക്ഷേപിച്ച ഒരാളാണ് പറയുന്നത്, നാസർ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം കൊണ്ട് കേസ്, അദ്ദേഹം പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ആരോ കാശ് കൊടുത്തു എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ മറ്റും ഉണ്ടായിരുന്നു. ആ 1 ലക്ഷം രൂപ കൊടുത്ത് പലിശ കൊടുക്കണ്ടല്ലോ. 2017 തുടങ്ങി ഇപ്പം എത്രയായി? 8 വർഷം. അപ്പോൾ ഈ 8 വർഷം 1 ലക്ഷം രൂപയുടെ പലിശ ഇത് കൂട്ടണമെങ്കിൽ എത്ര വരും? മിനിമം 8% വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം 8000 വെച്ച്. അപ്പോൾ 8×8 = 64. 1 ലക്ഷം രൂപ പലിശ കിട്ടേണ്ടതാണ് ഇതിന്, പലിശയുടെ പലിശയും കൂടി ആകുമ്പോൾ. അപ്പോൾ
ആ 1,00,000 രൂപ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് 8 വർഷം കഴിഞ്ഞ് അയാൾക്ക് 1,00,000 രൂപയായിട്ട് തിരിച്ചു കൊടുക്കണം. അയാൾക്ക് വേറെ ഒരു ലാഭവും ഇല്ല, ഒന്നുമില്ല. 1,00,000 രൂപയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അയാൾക്ക് ലാഭമില്ല, വേറെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യവുമില്ല. ഇതാണ് ഇവരുടെ ഈ ബാങ്കിങ്ങിൻ്റെ രീതിയായിട്ട് വന്നത്. ആ സമ്പ്രദായമാണ് ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായത്. ഇത് കാശ് മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ അടിച്ചു മാറ്റി എന്നാണ് അണിയറയിൽ കേൾക്കുന്ന കാര്യം. അവര് കൊണ്ടുവന്നതല്ലേ CPM? അല്ല, ആ ബാങ്കില്ലെന്നിപ്പോ. ബാങ്കൊക്കെ കാണാതെ പോകുന്നത് ആളുകളുടെ അടുത്ത് നിന്നൊക്കെ കാശ് വാങ്ങി ഉണ്ടാക്കിയ ഒരു സാധനം അതിപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. എത്ര പേരുടെ അടുത്ത് നിന്ന് കാശ് പിരിച്ച്, എത്ര രൂപയുണ്ട്, അത് എന്ത് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. ഇത് ശരിക്കും പകൽ കൊള്ളയാണ്. അമ്പലം വിഴുങ്ങിയാല്, ബാങ്ക് വിഴുങ്ങിയാല്, എന്തും വിഴുങ്ങി കളയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ശരിക്കും ഇവരാണ് ഏറ്റവും ഈ നമ്മൾ പറയില്ലേ മതമൊന്നും ഇല്ലാത്ത, എന്താ പറയുന്നത്, സർവ്വമതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ, അത് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരാണ്. എല്ലാ വിഭാഗത്തിലും പോയി മോഷ്ടിച്ചിട്ടുണ്ടല്ലോ. പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, അവർക്ക് കുറച്ച് അങ്ങോട്ട് പ്രവേശനം കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ അതും അടിച്ചു മാറ്റാൻ. കാരണം ഹലാൽ ബാങ്ക് തുടങ്ങുമ്പോൾ വലിയ ചർച്ചയായിരുന്നത്, ഹലാൽ ബാങ്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തോമസ് ഐസക്ക് ലേഖനങ്ങൾ എഴുതി. എന്നുവെച്ചാൽ ഹലാൽ ബാങ്ക് മതേതര ഭാരതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗമാണ് ഹലാൽ ബാങ്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ബാങ്കിൽ നിന്ന് മതേതരമായി കാശ് മുഴുവൻ അടിച്ചു മാറ്റി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതിനകത്ത് നിക്ഷേപിച്ച എല്ലാവനും വെള്ളത്തിലായി, ഒരുത്തനും ഒരു രക്ഷയില്ല, എല്ലാവനും പെരുവഴിയിൽ. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ആ ബാങ്കും പൊളിഞ്ഞു. ഇനി അടുത്ത പരി എന്താണ്? അല്ല, ഇത് നാട്ടുകാരുടെ പണം മോഷ്ടിച്ചതല്ലേ, തിരിച്ചു കൊടുക്കുന്നതല്ല, കേസ് എടുക്കണ്ടേ? ഇത് ക്രിമിനൽ ഒഫൻസ് അല്ലേ? അല്ലെന്ത്, ഇതിന്റെ കക്ഷികൾ ഇപ്പൊ ആരും ഇല്ല. ഏതോ ഒരാളുടെ പേര് പറഞ്ഞ ആരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നാ പറയണ. പിന്നെ ഈ മുമ്പ് ഒരു സ്ഥലത്ത് ഇതൊക്കെ വെച്ചിരുന്നു, ബോർഡൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ ബോർഡും ഇല്ല, ആഫീസും ഇല്ല, ആരുമില്ല, ഒന്നുമില്ല. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇത് വേണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്ഥലത്ത് ചെല്ലുക, ഒരു നാട്ടിൻപുറത്ത് ചെല്ലുക, എന്നിട്ട് അവിടെ ഒരു ബോർഡ് വെക്കുക, അതിനുശേഷം അവിടെ നിന്ന് പിരിക്കാവുന്നതിൻ്റെ കാശ് മുഴുവൻ പിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരുമ്പോൾ മുങ്ങുക, ജീവനക്കാർ തല്ലുകൊള്ളുക. അതേ സമ്പ്രദായമാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് ജീവനക്കാരും തല്ലുകൊള്ളുന്നില്ല എന്നുള്ളതാണ്. അകത്ത് കിടക്കേണ്ടി വരില്ലേ? കേസ് എടുത്ത് അകത്ത് കിടക്കേണ്ടി വരും. പക്ഷേ പിണറായിയുടെ രക്ഷകനാണല്ലോ സതീശൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇതിനെതിരെ കേസ് എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എടുക്കുകയാണെങ്കിൽ നല്ല കാര്യം, അത്രയേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.